എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പഴനി യാത്രയെ കുറിച്ച് സംസാരിക്കും. പണ്ട് ഞങ്ങളുടെ അച്ചാച്ച വിളക്കിന് മുമ്പ് പഴനിക്ക് മാലയിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. പിൽക്കാലത്ത് അച്ചാച്ചയുടെ കാലശേഷം അത് പയ്യെ മുടങ്ങുകയൊക്കെ ചെയ്തു. പിന്നീട് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും പലപ്പോഴായിട്ട് പഴനിമലയിൽ പോവാറുണ്ടെങ്കിലും വിളക്കിന് മുമ്പ് അച്ചാച്ച പോയ പോലെ തന്നെ ഒരു പഴനി യാത്ര അത് ഇപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിന് അച്ചാച്ചയുടെ എല്ലാ പേരക്കുട്ടികളും ഒരുമിക്കുകയും ചെയ്തു. ചേട്ടനനിയന്മാരൊക്കെ കൂടി പഴനി യാത്ര പോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. കൂടെ അതിന് കാർന്നോർ സ്ഥാനം അല്ലെങ്കിൽ ഇതിനെ ഞങ്ങളെല്ലാ തലതെറിച്ച പിള്ളേരെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ചാച്ചയാണ്, വിഷ്ണു ചാച്ച. സുബ്രഹ്മണ്യ സ്വാമി സ്വന്തം സഹോദരനായ ഗണപതി സ്വാമിയുടെ അടുത്തും ശിവന്റെയും പാർവതിയുടെ അടുത്തും വഴക്കുകൂടി വന്ന് കയറിയിരുന്ന സ്ഥലമാണ് ഈ പഴനിമല എന്ന് പറയുന്നത്. പഴനി എന്ന് പറയുന്നത് പഴം നീ എന്നാണ് അർത്ഥം. പാർവതി സുബ്രഹ്മണ്യ സ്വാമിയെ വിളിക്കുന്നതാണ് പഴം നീ. അതാണ് പിന്നീട് പഴനിയായിട്ട് മാറിയത്. ഭക്തിയും ശാസ്ത്രവും ഒന്നാകുന്ന ഏക സ്ഥലമാണ് പഴനി. ഇവിടത്തെ ദണ്ഡപാണിയുടെ വിഗ്രഹം ശിലയല്ല, പഞ്ചലോഹവുമല്ല, പിന്നെന്താ, നവപാഷാണം. വിഷത്തെ പോലും ഔഷധമാക്കി മാറ്റാൻ കഴിവുള്ള ഭോഗർ സിദ്ധന്റെ ജീവസമാധിയാണ് ഈ കാണുന്ന പഴനിമല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ അഭിഷേകവും ഓരോ ചികിത്സാ രീതികളാണ്. ഹര 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 ഹര.